ഒരു മുംബൈയിലാണെങ്കിൽ മനു ആണെങ്കിൽ വൈജയന്തിയോട് പറയുന്നുണ്ട്, ആൻറ്റി ആൻറ്റി ഇങ്ങനെ ഇവിടെ തുടരുന്നത് എന്തിനാണ്? ആൻറ്റിക്ക് ആൻറ്റിയുടെ മക്കളെ കാണണമെന്ന് യാതൊരു തരത്തിലുള്ള ആഗ്രഹമോ താല്പര്യമോ ഒന്നുമില്ലേ എന്ന് ചോദിക്കുന്നു. ആൻറ്റിക്ക് മക്കളെ കാണാനായിട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം എന്നെയോ അവർക്കോ അവർക്ക് എന്നെ വേണ്ട എന്ന് അവർ പണ്ടേ പറഞ്ഞതാണ്, പണ്ടേ എഴുതി വെച്ചതാണ്. അല്ലെങ്കിൽ അവർക്ക് അലീനയെ ഒഴിവാക്കി എൻ്റെ കൂടെ ഇവിടെ നിൽക്കാമായിരുന്നില്ലേ? അവരത് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ രണ്ടാനമ്മയെ മതി. എന്നെ വേണ്ട എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയം മനു പറയുന്നുണ്ട്, ആൻറ്റി അതെല്ലാം ആൻറ്റിയുടെ തോന്നലാണ് എന്ന് പറയുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ നല്ലൊരു വീട്ടിലേക്ക് തന്നെ വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഗോവർദ്ധനുമായിട്ട് പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ അലീന ഭയങ്കര മിടുക്കിയാണെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ്റെ മനസ്സ് തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് അവൾക്കുണ്ടെന്നും ഗോവർദ്ധന് നല്ല രീതിയിൽ തന്നെ അറിയാമെന്ന് കാണാൻ സാധിക്കും. കൂടാതെ അലീനയാണെങ്കിൽ തൻ്റെ സഹോദരന്മാർക്കും അച്ഛനും ഭക്ഷണം കൊടുക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. അവർ വളരെയധികം സന്തോഷത്തോടെ ആ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഏതാണ്ട് കുറച്ച് ദിവസം കൂടി മാത്രമേ നമ്മുടെ അലീന കടപ്പാട്ടൂർ വീട്ടിലുണ്ടാവൂ എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കാനായിട്ട് കഴിയും. എന്തായാലും അടുത്ത ആഴ്ചയോ അതോ വരുന്ന ദിവസങ്ങളിലോ അലീന കടപ്പാട്ടൂർ വീട് വിട്ട് വൈജയന്തിക്ക് വേണ്ടി പോകും എന്നുള്ള കാഴ്ച കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ